أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون. وقل رب اغفر وارحم وأنت خير الراحمين. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ന അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അവസാനത്തെ 4 ആയത്ത് 115, 116, 117, 118 ഇത്രയും ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും, തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചത് അബസൻ, വെറുതെയാണ് എന്ന്. നാം നിങ്ങളെ യാതൊരു ഉദ്ദേശവും ഇല്ലാതെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരമുണ്ടോ? വഅന്നകും ഇലൈന ലാ തുർജഊൻ, നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ ധരിക്കുന്നുണ്ടോ? നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങുകയില്ല എന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടോ? ഫതആലല്ലാഹു, അല്ലാഹു അത്യുന്നതനാണ്. അൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥ രാജാവുമാണ്. അത്യുന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥ രാജാവുമാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. റബ്ബുൽ അർശിൽ കരീം, മാന്യമായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനുമാകുന്നു അവൻ. മാന്യമായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനുമാകുന്നു അവൻ. വമൻ യദ്ഉ, ഇനി ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, മഅല്ലാഹി, അള്ളാഹുവിൻ്റെ കൂടെ, ഇലാഹൻ ആഖറ, മറ്റ് ദൈവേതര ശക്തിയെ, മറ്റു ദൈവങ്ങളെ, അള്ളാഹുവിന് പുറമെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ലാ ബുർഹാന ലഹു ബിഹി, അവൻ്റെ അടുക്കൽ അതിന് യാതൊരു തെളിവുമില്ല. അവൻ്റെ അടുക്കൽ അതിന് യാതൊരു തെളിവുമില്ല. അങ്ങനെയുള്ള അള്ളാഹു അല്ലാതെ വേറെ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഫൈനമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി, അവൻ്റെ ഹിസാബ്, അവൻ്റെ വിചാരണ തീർച്ചയായും അള്ളാഹുവിലാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, തീർച്ചയായും സത്യനിഷേധികൾ വിജയിക്കുകയില്ല. സത്യനിഷേധികൾ ഒരിക്കലും വിജയം പ്രാപിക്കുകയില്ല. വഖുൽ, നബിയെ താങ്കൾ പറയുക, റബ്ബി ഗഫർ, അള്ളാഹുവെ എനിക്ക് നീ പുറത്തു തരണമേ. വർഹം, നീ കരുണ കാണിക്കണമേ. വഅന്ത ഖൈറുർ റാഹിമീൻ, നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. ഏറ്റവും ഉത്തമനായ കരുണ കാണിക്കുന്നവനല്ലോ നീ. നേരത്തെ സത്യനിഷേധികൾ അള്ളാഹുവിൻ്റെ അടുക്കലെത്തുകയും എത്ര കാലമാണ് അവർ താമസിച്ചത് എന്നതിനെ സംബന്ധിച്ച് അവർക്കതിൻ്റെ ആ ചൂടും അതികഠിനമായ ശിക്ഷയെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളുമൊക്കെ കാണുമ്പോൾ വല്ലാതെ വിഹ്വലരായി പോകുന്ന അവസ്ഥ ഖുർആൻ വിശദീകരിക്കുകയായിരുന്നു.
ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളായ ആളുകളോട് ചോദിക്കാൻ, നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാത്രമല്ല വാനക്ക് വിലയിനാലാ തുർജഊൻ, നമ്മുടെ അടുക്കലേക്ക് മടങ്ങുകയില്ല എന്നുമാണോ നിങ്ങളുടെ ധാരണ? വെറുതെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരു ആലോചനയുമില്ലാതെ, ഒരാവശ്യവുമില്ലാതെ, യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പാകട്ടെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പാകട്ടെ, എല്ലാം തന്നെ വളരെ അങ്ങേയറ്റത്തെ ആലോചനയോട് കൂടിയിട്ടുള്ള സൃഷ്ടിപ്പാണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് നല്ല ബുദ്ധികൂർമ്മതയോടുകൂടിയും തൻ്റെ ഇടത്തോടു കൂടിയുമാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ മാത്രമായിട്ടല്ലാതെ ഞാൻ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു വേറെ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് വളരെ യോജിച്ച രൂപത്തിലാണ്, ആലോചനയോട് കൂടിയിട്ടാണ്. ഇവിടെ ഈ തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കഴിവോട് കൂടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നത് മാത്രമാണ് ഒരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നർത്ഥം. എന്നിട്ട് പറയുന്നു, ഫതആലല്ലാഹുൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥ രാജാവ് അത് അത്യുന്നതനായ അള്ളാഹുവാണ്. യഥാർത്ഥ രാജാവ് എന്ന് പറഞ്ഞാൽ മറ്റ് രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജപദവിയും രാജ്യവുമൊക്കെ ഏത് സമയത്തും ഇല്ലാതെയാവാൻ സാധ്യതയുണ്ട്. യുദ്ധങ്ങളും കെടുതികളും മരണങ്ങളുമൊക്കെ ആയിട്ട് രാജ കുടുംബങ്ങൾ ഇല്ലാതെയായിപ്പോയ അനവധി സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാം, ഫതആലല്ലാഹ്, അള്ളാഹു അത്യുന്നതനാണ്. അള്ളാഹുവിനേക്കാൾ ഉയരത്തിൽ വേറെ ആരുമില്ല. ആർക്കും അള്ളാഹുവിനേക്കാൾ ഉയരം പ്രാപിക്കാൻ കഴിയില്ല. അതേപോലെ മലിക്കുൽ ഹഖാൻ, അൽ മലിക്കുൽ ഹഖ്, യഥാർത്ഥ രാജാവാണ് അള്ളാഹു. ഒരിക്കലും നീങ്ങിപ്പോകാത്ത സിംഹാസനത്തിൻ്റെ, രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ ഉടമയാണ് അള്ളാഹു. ഒരിക്കലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഈ ഭരണം, മൊത്തത്തിലുള്ള ഭരണം നീങ്ങിപ്പോവുക എന്ന് പറയുന്ന സംഗതിയെ ഉണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. റബ്ബുൽ അർശിൽ കരീം, മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനമാകുന്നു അള്ളാഹു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എല്ലാം അടക്കി ഭരിക്കുന്ന, എല്ലാം ഭരിക്കാൻ പറ്റുന്ന ആ ഒരു സിംഹാസനത്തിലിരിക്കുന്ന, സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനായി നിൽക്കുന്ന അവസ്ഥയാണ് അള്ളാഹുവിൻ്റേത്. അള്ളാഹുവിൻ്റെ സിംഹാസനം, അള്ളാഹുവിൻ്റെ ഭരണം ഒരു കാലത്തും നഷ്ടപ്പെട്ടു പോവുകയില്ല. അള്ളാഹുവിനെ അതിജയിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഒരു ശക്തിയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പോരിന് വരാൻ സാധ്യതയും ഇല്ല. അതെല്ലാം പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയണം, വഖുൽ റബ്ബി ഗ്ഫിർ വർഹം, വഖുൽ, നബിയെ താങ്കൾ പറയുക, റബ്ബി ഗ്ഫിർ, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണം, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണം, വർഹം, നീ എന്നോട് കരുണ കാണിക്കണം, വഅൻത ഖൈറുർ റാഹിമീൻ, നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും ഉന്നതനാണല്ലോ, ഏറ്റവും നല്ലവനാണല്ലോ, ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നവനാണല്ലോ റബ്ബേ നീ. അതുകൊണ്ട് എനിക്കും നീ കരുണ കാണിക്കണേ, എന്നോടും നീ കരുണ കാണിക്കണേ തമ്പുരാനെ എന്ന് കൂടി താങ്കൾ പറയുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് ഉണർത്തിക്കൊണ്ടാണ് സൂറത്തുൽ മുഅ്മിനൂൻ അവസാനിക്കുന്നത്. പടച്ച തമ്പുരാൻ നമ്മെ ഹിദായത്തിൽ നിലനിർത്തുകയും നമ്മളിത് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യട്ടെ. എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തരട്ടെ. രോഗമയവും മറ്റുമൊക്കെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഇടയിൽ നിന്നൊക്കെ മരിച്ചുപോയ ആളുകൾക്കും നമുക്കും സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വന്നുപോയ അബദ്ധങ്ങൾ, തെറ്റുകൾ, പിഴവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹതായ ഫദ്ൽ കൊണ്ട് നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരികയും ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.